കേരളത്തിലെ മഹത്തായ ഉത്സവമായ ഓണം ഐതിഹാസിക രാജാവായ മഹാബലിയെ ആദരിക്കുന്നതിനായി ആഘോഷിക്കുന്നു. അദ്ദേഹത്തിന്റെ ഭരണകാലം സമൃദ്ധിയുടെയും നീതിയുടെയും സമത്വത്തിന്റെയും സുവർണ കാലഘട്ടമായി ഓർമ്മിക്കപ്പെടുന്നു. മഹാബലിയുടെ തിരിച്ചുവരവിനെ അടയാളപ്പെടുത്തുന്ന ഈ ഉത്സവം ഹിന്ദു പുരാണങ്ങളിൽ ആഴത്തിൽ വേരൂന്നിയതും വിഷ്ണുവിന്റെ വാമന അവതാരവുമായി ബന്ധപ്പെട്ടതുമാണ്. ഐതിഹ്യം അനുസരിച്ച് മഹാബലി ഒരു ദയാലുവും ശക്തനുമായ അസുര രാജാവായിരുന്നു. അദ്ദേഹം തന്റെ ജനങ്ങളോടുള്ള ഔദാര്യത്തിനും ജ്ഞാനത്തിനും ഭക്തിക്കും പേരുകേട്ടവനായിരുന്നു. അദ്ദേഹത്തിന്റെ ഭരണത്തിന് കീഴിൽ കേരളം അഭിവൃദ്ധി പ്രാപിച്ചു. ദാരിദ്ര്യമോ കുറ്റകൃത്യമോ ഇല്ലായിരുന്നു. അദ്ദേഹത്തിന്റെ രാജ്യം വളരെ പൂർണ്ണമായിരുന്നു. ദേവന്മാർ പോലും അദ്ദേഹത്തിന്റെ ശക്തിയിലും സ്വാധീനത്തിലും അസൂയപ്പെട്ടു. മഹാബലിയുടെ വളർന്നുവരുന്ന ശക്തി തങ്ങളുടെ ആധിപത്യത്തെ വെല്ലുവിളിക്കുമെന്ന് ഭയന്ന് ദേവന്മാർ വിഷ്ണുവിന്റെ സഹായം തേടി. മറുപടിയായി വിഷ്ണു ഒരു വലിയ യജ്ഞം നടത്തിക്കൊണ്ടിരിക്കെ ഒരു യുവ ബ്രാഹ്മണ കുള്ളന്റെ രൂപം സ്വീകരിച്ച് മഹാബലിയെ സന്ദർശിച്ചു. സ്വഭാവമനുസരിച്ച് മഹാബലി ബ്രാഹ്മണനെ സ്വാഗതം ചെയ്യുകയും അവൻ ആഗ്രഹിക്കുന്നതെന്തും വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. വാമനൻ വിനയപൂർവ്വം 3 ചുവട് ഭൂമി ചോദിച്ചു. ചെറിയ അഭ്യർത്ഥനയിൽ രസിച്ച മഹാബലി സമ്മതിച്ചു. എന്നാൽ ആഗ്രഹം സാധിച്ചയുടനെ വാമനൻ ഒരു ഭീമാകാരമായ രൂപത്തിലേക്ക് രൂപാന്തരപ്പെട്ടു. തന്റെ ആദ്യ ചുവട് കൊണ്ട് അവൻ മുഴുവൻ ഭൂമിയെയും മൂടി. തന്റെ രണ്ടാമത്തെ ചുവട് കൊണ്ട് അവൻ ആകാശം മുഴുവൻ വ്യാപിച്ചു. മൂന്നാമത്തെ ചുവട് വെക്കാൻ സ്ഥലമില്ലാത്തതിനാൽ ബ്രാഹ്മണൻ വിഷ്ണുവല്ലാതെ മറ്റാരുമല്ലെന്ന് മനസ്സിലാക്കിയ മഹാബലി താഴ്മയോടെ സ്വന്തം തല സമർപ്പിച്ചു. മഹാബലിയുടെ തലയിൽ വാമനൻ കാൽ വച്ച് പാതാളത്തിലേക്ക് അയച്ചു. എന്നിരുന്നാലും മഹാബലിയുടെ ഭക്തിയും നീതിയും കണ്ട് ആകൃഷ്ടനായ വിഷ്ണു അദ്ദേഹത്തിന് ഒരു വരം നൽകി. വർഷത്തിലൊരിക്കൽ തന്റെ പ്രിയപ്പെട്ട ജനങ്ങളെ സന്ദർശിക്കാൻ അദ്ദേഹത്തിന് കഴിയും. മഹാബലി രാജാവിന്റെ ഈ വാർഷിക തിരിച്ചുവരവ് ഓണം ആയി ആഘോഷിക്കപ്പെടുന്നു. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവത്തിൽ വിപുലമായ ആചാരങ്ങൾ, ഗംഭീരമായ വിരുന്നുകൾ, പുഷ്പാലങ്കാരങ്ങൾ, തിരുവാതിര പോലുള്ള പരമ്പരാഗത നൃത്തങ്ങൾ, പ്രശസ്തമായ വള്ളംകളി എന്നിവ ഉൾപ്പെടുന്നു. മഹാബലിയുടെ ഭരണകാലത്ത് ഉൾക്കൊണ്ടിരുന്ന ഐക്യത്തിന്റെയും സമൃദ്ധിയുടെയും മൂല്യങ്ങളെ പ്രതീകപ്പെടുത്തുന്ന സന്തോഷത്തിന്റെയും ഐക്യത്തിന്റെയും സാംസ്കാരിക അഭിമാനത്തിന്റെയും സമയമാണിത്. ഓണം വെറുമൊരു ഉത്സവം മാത്രമല്ല, ഇത് കേരളത്തിന്റെ സമ്പന്നമായ പൈതൃകത്തിന്റെ ആഘോഷവും തന്റെ ജനഹൃദയങ്ങളിൽ ഇപ്പോഴും ജീവിക്കുന്ന പ്രിയപ്പെട്ട രാജാവിനുള്ള ആദരാഞ്ജലിയുമാണ്.